എന്റെ പേര് മുജീബ് പുൽപ്പറ്റ. എന്റെ ചോദ്യം, ഇവിടെ സാർത്ത സോദാവ് ചോദിച്ചതിന് ഖുർആാനും സുന്നത്തും ഉറക്കി പിടിക്കണം എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ മൗലൂദ് സംബന്ധിച്ച് ഖുർആാനും സുന്നത്തും ഇല്ല എന്ന് വ്യക്തമായി മൗലവി വ്യക്തമല്ലാതെയും സംഭവിച്ചതിന് എന്റെ ചോദ്യത്തിലേക്ക് കടന്നിട്ടില്ല. അത് വ്യക്തമായി എല്ലാവരും സംഭവിച്ചതിന് ഞാൻ മറുപടിക്ക് വരുന്നു. ഇവിടെ പൂർവികരായ മുജാഹിദ് പണ്ഡിതന്മാർ, അതായത് മുജാഹിദ് പണ്ഡിത സഭ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ മൗലൂദ് കഴിക്കൽ പുണ്യകർമ്മമാണെന്നും അത് അനുവദനീയമാണെന്നും അത് മൗലൂദ് കഴിക്കലിനെ സംബന്ധിച്ച് പറഞ്ഞത് അത് ആ മൗലൂദ് കഴിക്കാത്ത സ്ഥലത്ത് ആരെങ്കിലും ഒരു ഏരിയയിൽ നടക്കുന്നുണ്ടെങ്കിൽ മൗലൂദ് നടക്കുന്നില്ലെങ്കിൽ ആ സ്ഥലത്ത് മുസ്ലിമീങ്ങളില്ല എന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിരുന്നത്. പുസ്തകം വേണമെങ്കിൽ ഹാജരാക്കണമെങ്കിൽ ഹാജരാക്കാവുന്നത്. ഞാൻ പറയുന്നത് ഇവിടെ ഒരു കാലത്ത് മൗലൂദ് കഴിക്കൽ പുണ്യകർമ്മമാണെന്നും ഇപ്പോ ഈ മൗലവിമാർ സക്കരിയ സലയൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനുവദനീയമാണെന്നും ഇനി ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനിയും തൗഹീദായി വരാൻ, ഇത് അനുവദനീയമായി വരാൻ സാധ്യതയുണ്ടോ? കാരണം ഞാൻ പറയാൻ കാരണം ഒരു കാലത്ത് ജിന്നിനോ സാഞ്ചൊക്കെ ചെറുക്കും വിധത്തും അതുപോലെ തന്നെ അത് ഇപ്പൊ അനുവദനീയമായി. അദ്ദേഹം പറഞ്ഞത് മുജാഹിദുകൾ പഴയ കാലത്ത് ഈ മൗലികാഘോഷം പുണ്യകർമ്മമാണ്. ചോദ്യകർത്താവ് ശ്രദ്ധിക്കണം, ചോദ്യം ചോദിക്കാൻ മാത്രം വന്നാൽ പോരാ, ഉത്തരം കൂടി ശ്രദ്ധിക്കാം. ഈ മൗലികാഘോഷം പുണ്യകർമ്മമാണ് എന്ന് മുമ്പ് എഴുതിയെന്നും ഇത് കഴിക്കാത്ത ഏതെങ്കിലും ഒരു മുസ്ലിമില്ല എന്ന് എഴുതിയെന്നുമാണ് പറഞ്ഞത്. വേണമെങ്കിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞു. ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം അത് കൊണ്ടുവന്ന് അത് വായിച്ചു കേൾപ്പിക്കണം. ഏത് പുസ്തകമാണ്, ഏത് കൊല്ലമാണ്, ആരാണ് എഴുതിയത്, എന്താണ് ആ ഭാഗം, അദ്ദേഹം വായിക്കട്ടെ. വായിക്കും. അതെ, ഞാൻ പുസ്തകത്തിൽ വായിച്ചാൽ അത് നിങ്ങൾ അംഗീകരിക്കും. വായിക്കാൻ കഴിയില്ല. വായിക്കാൻ കഴിയുന്ന കൊണ്ട് വായിക്കും. കൊണ്ടുപോയി എവിടെ പുസ്തകം വേഗോണ്ടി ഇട്ടോണ്ടി പോയിട്ടുണ്ടേ. എവിടെ പുസ്തകം? പിന്നെന്താ ചോദിക്കാമെന്ന് കൊണ്ടുവരാൻ? പുസ്തകം എന്റെ കയ്യിൽ ഞാൻ എടുത്തിട്ടില്ല. ഉടനെ പോയിട്ടുണ്ടോ? പുൽപ്പറ്റ അടുത്താണ്, അധികം ദൂരമൊന്നുമില്ല. പോയാൽ പെട്ടെന്ന് എടുക്കാൻ കഴിയും. ഏകദേശം 10 മണി സമയമുണ്ട്. അതിനിടയ്ക്ക് പോയി വരാവുന്ന ദൂരമാണ് പുൽപ്പറ്റ. അദ്ദേഹം പോയി കൊണ്ടുവരട്ടെ. കുറെ കാലമായി നിങ്ങൾ നാടിനെ നോട്ടീസ് ഇറക്കി മുജാഹിദികൾ മുമ്പേ തന്നെ ഇത് ആഘോഷിക്കുന്നതാണ് എന്നും ആചരിക്കുന്നതാണ് എന്നും പുണ്യമായി പറഞ്ഞവരാണ് എന്നും ഈ സാധാരണക്കാര സമുദായത്തെ പറഞ്ഞു വഞ്ചിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതല്ലെങ്കിൽ പരസ്യമായി ആ വൈക്കൂടെ സഹോദരൻ മാപ്പ് പറഞ്ഞിട്ട് മടങ്ങിപ്പോകണമെന്നാ സൂചിപ്പിക്കാനുള്ളത്. പുസ്തകം എന്റെ കയ്യിലില്ല. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്കതില്ല എന്ന് പറഞ്ഞു. ജീവിതത്തിൽ എന്തെങ്കിലും ആ പുസ്തകത്തിന് ശരിയായ പകർപ്പ് താങ്കൾ കണ്ടിട്ടുണ്ടോ? ശരിയായ പകർപ്പ് കോപ്പിയല്ല, അതിന് കട്ടിങ്സ് അല്ല. ഏതെങ്കിലും സുന്നി മാസികയിൽ വാരികയിൽ വന്ന അതിന് കട്ടിങ്സ് അല്ല പറയുന്നത്. ആ ലേഖനം മുഴുവനായും താങ്കൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആ ലേഖനം മുഴുവനായും വായിച്ചിട്ടുണ്ടോ? താങ്കൾ ഉദ്ദേശിച്ച ലേഖനം, ആ ലേഖനം മുഴുവനായും വായിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് അബദ്ധം. ഇല്ല, ഇല്ലാത്ത താങ്കൾ പറഞ്ഞതാ. ഉണ്ട് സ്ഥാപിച്ചെങ്കിലല്ലേ തിരുത്തേണ്ട ആവശ്യമുള്ളൂ. ഉണ്ട് എന്ന് സ്ഥാപിച്ചെങ്കിലല്ലേ തിരുത്തേണ്ടത്. ഇല്ലാത്ത കളവ് പറഞ്ഞ് അവസാനം താങ്കൾ തന്നെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. താങ്കൾ ജീവിതത്തിൽ വായിച്ചിട്ടില്ല പൂർണ്ണമായും എന്ന് പറഞ്ഞു. താങ്കൾ ആ സാധനം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. താങ്കളുടെ ഏതെങ്കിലും ഒക്കെ ആളുകൾ താങ്കൾ വലിയ കാലുമാരായി കാണുന്ന, ഉസ്താദുമാരായി കാണുന്ന, മുദരിസുമാരായി കാണുന്ന, വലിയ വലിയ ശൈഖന്മാരായി താങ്കൾ വിചാരിക്കുന്ന ആളുകൾ ഏതെങ്കിലും കുപ്രചാരം അഴിച്ചുവിടുമ്പോൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചതാണ്. താങ്കൾക്ക് പറ്റിയ അബദ്ധം. താങ്കൾ ആക്ഷേപിക്കുന്നില്ല, താങ്കൾ വിമർശിക്കുന്നില്ല. താങ്കൾ വിചാരിച്ചു സാക്ഷാൽ പേരോട് മുസ്ലിയാരും അതിനപ്പുറമുള്ള ശേഖന്മാരുമൊക്കെ സത്യമായിരിക്കും പറയുക എന്ന് സാധാരണക്കാരൻ താങ്കൾ ധരിച്ചുപോയി. നേരത്തെ വന്ന സുഹൃത്തും സംഭവിച്ചത് തന്നെയാണ്. അദ്ദേഹത്തിന് ജ്യേഷ്ഠനടക്കമുള്ള സഖാഫിമാരെ കുറിച്ച് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. അവരൊക്കെ പറയുന്നത് സത്യമായിരിക്കുമെന്ന്, സംഗതി അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് അവരൊക്കെ തെറ്റിദ്ധരിച്ചു. അവിടെയാണ് അബദ്ധം സംഭവിച്ചത്. യഥാർത്ഥത്തിൽ നേരത്തെ ചോദ്യകർത്താവ് പറഞ്ഞ ആ വിഷയവും ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ച കാര്യവും രണ്ടും ഇവിടെ കൃത്യമായി ബോധ്യമായിരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യകർത്താവ് എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിലൂടെ തെളിയിക്കണം, ഇതില്ല ബിദ്അത്താണ് എന്ന് തെളിയിക്കണമെന്ന അവസാനം അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വന്നു. അങ്ങനെ ഖുർആന് കൊണ്ട് അല്ലെങ്കിൽ സുന്നത്ത് കൊണ്ട് തെളിഞ്ഞോളമെന്നില്ല എന്ന് വ്യംഗ്യമായിട്ടാണെങ്കിലും സമ്മതിക്കേണ്ടി വന്നുവല്ലോ. സ്ത്രീകളെ പള്ളി പ്രവേശനം ബിദ്അത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അത് ബിദ്അത്താണ് എന്ന് ആയത്ത് ഓതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അത് ബിദ്അത്താണ് എന്ന് ഒരു ഹദീസ് പോയാൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇമാം ഷാഫിഈ ഈ സ്ത്രീകൾ നബിയുടെ ഭാര്യമാരോ പെൺമക്കളോ
പള്ളിയിൽ പോയതായി ഞാൻ അറിയില്ല എന്ന് പറഞ്ഞുവെന്നാ പറഞ്ഞത്. ഇമാം ഷാഫിഈ അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞുവെന്ന് അദ്ദേഹത്തിനും വായിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഇദ്ദേഹം വന്നത് മുജാഹിദ് ബംഗാൾ നേതാക്കന്മാര് നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്, പുണ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ സദസ്സിൽ പങ്കെടുക്കാത്ത ഒരു മുസ്ലിമും ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന എവിടെ എഴുതി എന്ന് ചോദിച്ചിട്ട് ആ ലേഖനം വായിക്കാമോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ ആദ്യം പറഞ്ഞു വേണമെങ്കിൽ ഹാജരാക്കാൻ തയ്യാറാണ് എന്ന്. ആ വാക്ക് അദ്ദേഹം പാലിക്കുമെങ്കിൽ, ആ വാക്കിന് വല്ല വിലയും ഉണ്ടെങ്കിൽ അദ്ദേഹം പുൽപ്പറ്റടുത്താണല്ലോ, അവിടെ പോയി വരാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. 10 മണി വരെ നമുക്ക് പെർമിഷൻ ഉണ്ട്, വേണമെങ്കിൽ പിന്നെയും കാത്തിരിക്കാം. അദ്ദേഹം പോയി ആ ലേഖനം കൊണ്ടുവന്ന് ആ ലേഖനം പൂർണ്ണമായും ഈ മൈക്കിന് മുമ്പിൽ വെച്ച് വായിച്ച് കേൾപ്പിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റു പലതുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോ ആ പുസ്തകത്തെ സംബന്ധിച്ച് നിങ്ങളുടെ വിശദീകരണം എന്താണെന്ന് കേൾക്കാം. ഏത് പുസ്തകം? ഏത് പുസ്തകം? സക്കരിയ സലാഹി വിഷയാവതത്തെ പറഞ്ഞു, അങ്ങനെ പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ. ഏത് പുസ്തകം? താങ്കൾ കാണാത്ത പുസ്തകം വിസ്തരിച്ചിട്ടില്ല. സക്കരിയ സലാഹി പറഞ്ഞ പുസ്തകം ഏതാണ് എന്നാണ്. സക്കരിയ സലാഹി നൂറുകണക്കിന് പുസ്തകങ്ങൾ പറഞ്ഞു. മൗലിനെ സംബന്ധിച്ച് പഴയ കാലത്ത് കെ മൗലവി, MCC മൗലവി ഇവരൊക്കെ മൗലിന് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇല്ല, സക്കരിയ സലാഹി പറഞ്ഞിരുന്നു എന്ന് താങ്കളെപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. KM മൗലവി, MCC പോലെയുള്ള പണ്ഡിതന്മാർ മൗലിനെ ന്യായീകരിച്ചുവെന്നും അത് സദ്യയൊരുക്കിയെന്നും അതിന് വേദിയുണ്ടാക്കിയെന്നും ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാ സക്കരിയ സലാഹി പറഞ്ഞത്. അല്ലാതെ അങ്ങനെ പുസ്തകത്തിലുണ്ട് എന്നല്ല താങ്കൾ തെളിയിക്കേണ്ടതുണ്ട്. ചോദിച്ചോളൂ. സക്കരിയ സലാഹി ഇവിടെ പറഞ്ഞത് അന്ന് അദ്ദേഹം പല അർത്ഥത്തിലും അന്ന് മാസൂമല്ലായിരുന്നു. പൊതുവെ പല ആൾക്കാരും മാസൂം ശരിയാണ്, സംശയമൊന്നുമില്ലല്ലോ, പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ശരിയാണ്. KM മൗലവി ആദ്യകാലത്ത് ഒരു മുസ്ലിയാരായിരുന്നു, അത് അദ്ദേഹം പറഞ്ഞത്. KM മൗലവി ആദ്യകാലത്ത് മുസ്ലിയാരായിരുന്നു, തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാന ആദർശമാണ്, ഖുർആനും സുന്നത്തും മുമ്പോട്ട് വെക്കുന്ന ആദർശമെന്ന് തിരിച്ചറിഞ്ഞ് ആ പാതയിലേക്ക് മാറിയത്. ആ മാറി വരുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് പ്രമാണമല്ല, അതിലേക്കല്ല നയിക്കുന്നത്, അതിലേക്കല്ല ക്ഷണിക്കുന്നത് എന്നാണ് സക്കരിയ സലാഹി പറഞ്ഞത്. അപ്പൊ അവരെങ്ങനെ നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞു, പുണ്യമാണെന്ന് പറഞ്ഞു, എല്ലാ മുസ്ലിങ്ങളും അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ അവരുടെ മേൽ ഏറ്റവും വലിയ ദുരാരോപണമാണ് എന്ന് ഒരിക്കൽ കൂടെ ആ വ്യക്തമാക്കുക. ഇവിടെ പറഞ്ഞ വിഷയം എന്താ വെച്ചാൽ, ഇവിടെ സക്കരിയ സലാഹി വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞു, അങ്ങനെ അന്ന് അവർ യഥാർത്ഥത്തിൽ സുന്നി ആശയപ്രകാരമായിരുന്നു എന്നും എന്നാണ് പറഞ്ഞത്. പുസ്തകത്തിലുള്ളത് എന്ന് വെച്ചാൽ അന്ന് കേരള ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഞാൻ പറഞ്ഞത്. കേരള ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിക്കുമ്പോൾ സുന്നിയാണ് സാധ്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അത് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ്. തൽക്കാലം ഞാൻ അടുത്തേക്ക് പോകാനായിട്ടില്ല, ഇത് പറയണം. അടുത്തേക്ക് പോകാനില്ല. ഒന്നെങ്കിൽ താങ്കൾ ഉന്നയിച്ചത് ശുദ്ധ കളവാണ്, ഇത് സമ്മതിക്കണം. അതല്ലെങ്കിൽ താങ്കൾ അത് കൊണ്ടുവന്ന് കാണിക്കാൻ തയ്യാറാവണം. രണ്ടാമത് അത് കുടുങ്ങി ഇപ്പൊ അടുത്ത ചോദ്യത്തേക്ക് പോകുക. അടുത്ത ചോദ്യം ചോദിക്കാൻ പ്രശ്നമില്ല, ഇത് തീരുമാനമായിട്ട് മതി. അടുത്ത ചോദ്യം തീരുമാനം ഒന്ന് പറയൂ, ഞാനത് കണ്ടിട്ട് അത് ഉന്നയിച്ചത് ശരിയായില്ല എന്ന് സമ്മതിക്കൂ. അതല്ലെങ്കിൽ താങ്കൾ പോയി കൊണ്ടുവരൂ. പുൽപ്പറ്റയല്ലേ, അധികം ദൂരമില്ലല്ലോ. ഹലോ, ഞാൻ ഇപ്പൊ പറഞ്ഞത് എനിക്ക് അത് ഈ വിഷയത്തിൽ ആണെങ്കിൽ ഞാൻ വീണ്ടും സമയത്ത് ഹാജരാക്കാം. ഇപ്പോൾ എന്റെ കയ്യിൽ എനിക്ക് സൗകര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് ഹാജരാക്കുന്നില്ല, അത് സമ്മതിക്കുന്നു. ഞാൻ സാധനം കൊണ്ടുവന്നതിന് സമ്മതിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഇവിടെ ഒരു കാലത്ത് അനുവദനീയവും, അതായത് ഇതിന് തീരുമാനം എന്താ പറഞ്ഞത്? ജിന്ന് പറയാം, അത് ഇൻസ് കഴിയട്ടെ. ഇൻസ് കഴിഞ്ഞിട്ട് ജിന്ന് പറയാം. ഇൻസിന് തീരുമാനിക്കും, ഇൻസിന്റെ വാക്യാ പറയാം. പിന്നെ ജിന്ന് നമുക്ക് ജിന്നും സൈത്വാനും മലക്കൊക്കെ പറയാം. അത് ഇൻസിന്റെ ഈ ഏർപ്പാടുണ്ടല്ലോ, ഈ കുറെ ഇൻസാനികൾ നാട് നീളറിഞ്ഞിട്ട് മനുഷ്യന്മാരെ പൊട്ടീസാക്കണ്, അത് തീരുമാനിക്കും. എന്നിട്ടല്ലേ ജിന്നു സൈത്താനൊക്കെ അപ്പോഴേക്ക് ജിന്നുമ്പോ കൂടിയാലോ. ഞാനിവിടെ പറഞ്ഞത് എന്റെ കയ്യിൽ ഹാജരാക്കേണ്ട കൈസാണ് എല്ലാം എന്നെ സമ്മതിച്ചു. ഓക്കെ, രണ്ടാമത് ഏത് പുസ്തകമാണ് ഉദ്ദേശിച്ചത്? ഇത് പണ്ഡിത സഭ പ്രസിദ്ധീകരിച്ച വിശദീകരിച്ച മൗലിനെ സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകം. മൗലിനെ സംബന്ധിച്ച് പണ്ഡിത സഭ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഒന്നാമത്തെ മറുപടി, മൗലിക സംബന്ധമായി അത് ന്യായീകരിച്ചുകൊണ്ടോ അതിനെ പ്രശംസിച്ചുകൊണ്ടോ ഒരു പ്രത്യേക പുസ്തകം കേരള ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതൊരു കാര്യം പറയട്ടെ, ഏതായാലും താങ്കൾ ആ സാധനം കണ്ടിട്ടില്ല എന്നൊരു വസ്തുതയാണ്. പക്ഷെ താങ്കളെ പറ്റിച്ച മുഖ്യാക്കന്മാർ
താങ്കൾ ഉണ്ട് എന്ന് പറഞ്ഞ് പറ്റിച്ച മുസ്ലിയാക്കന്മാർ വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാൻ കുഴപ്പമില്ല, വിളിച്ചോളൂ താങ്കൾ പുസ്തകം വിളിച്ചു ചോദിക്കേ, അവരാണല്ലോ പറ്റിച്ചത്. അങ്ങനെ അവർ പറഞ്ഞ് താങ്കളെ പറ്റിച്ച പുസ്തകം, ആ പുസ്തകത്തിൽ തന്നെ താങ്കൾ നിർബന്ധമായും കേൾക്കേണ്ടുന്ന, താങ്കൾ നിർബന്ധമായും അറിയേണ്ടുന്ന ഒരു വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. താങ്കൾ ശ്രദ്ധിക്കുമല്ലോ. താങ്കൾ ഉദ്ദേശിച്ച പുസ്തകം ഏതാണോ, താങ്കൾക്ക് പറയാൻ പ്രയാസമുള്ള പുസ്തകം ഏതാണോ, താങ്കൾ മനഃപൂർവ്വം കൊണ്ടുവരാതിരുന്നതാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കൊണ്ടുവരാൻ പ്രയാസമുള്ള പുസ്തകം ഏതാണോ, ആ പുസ്തകത്തിൽ നിന്ന് താങ്കൾ അനിവാര്യമായും വായിക്കേണ്ടുന്ന ഒരു അനിവാര്യമായും അറിയേണ്ടുന്ന കേൾക്കേണ്ടുന്ന ഒരു ഭാഗം വായിച്ചു കേൾപ്പിക്കട്ടെ. അദ്ദേഹം ശ്രദ്ധിക്കുമല്ലോ. അദ്ദേഹം പറയുന്നു, എന്നാൽ ഈ മാസത്തെ നാം എങ്ങനെ കൊണ്ടാടണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നമുക്കുള്ള ബഹുമാനത്തെ നാം എങ്ങനെ പ്രദർശിപ്പിക്കണം എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പായി ഇന്ന് നാം റബീഉൽ അവ്വൽ മാസത്തെ എങ്ങനെ കൊണ്ടാടുന്നുവെന്നും നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിച്ചു വരുന്നുവെന്നും നമുക്ക് പരിശോധിക്കാം. അതാണ് പ്രസക്തമായ ഭാഗം. എന്നിട്ട് പറയുന്നു, എന്താ പറഞ്ഞത്? റബീഉൽ അവ്വൽ മാസം വന്നാൽ വീടുതോറും മൗലൂദ് ഓതുന്ന സമ്പ്രദായമാണ് അനേക കാലമായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഈ സമ്പ്രദായം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുവാനോ തിരുമേനിയുടെ ചര്യകളെ അറിയുവാനോ സാധിക്കുന്നില്ല. മൗലിദാവട്ടെ നമ്മൾ അധികം പേർക്കും അറിഞ്ഞുകൂടാത്ത അറബി ഭാഷയിലാണ്. നബിയുടെ ശരിയായ ജീവചരിത്രം അവതരിപ്പിച്ചില്ല എന്ന് തന്നെ പറയാം. മിക്ക മൗലീദുകളിലും ജനനം വരെയുള്ള വിവരം മാത്രമായിരിക്കും. ചിലതിൽ ജനന ദിവസം ഉണ്ടായ അത്ഭുത സംഭവങ്ങളും ശൈശവകാലത്തെ ഏതാനും വിവരങ്ങളും ഉണ്ടായിരിക്കും. ബാക്കിയുള്ളത് ചില കിസ്സകളാണ്. കിസ്സകളിൽ അധികവും അടിസ്ഥാനരഹിതങ്ങളാണ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ അറബി ഭാഷയിലോ മൗലിദ് മുക്രിയോ മുല്ലയോ ഒരു ഭാഗത്തിൽ നിന്ന് ചൊല്ലിപ്പിരിഞ്ഞത് കൊണ്ട് എന്തൊരു ഫലമാണ് ശ്രദ്ധിക്കുവാനുള്ളത്? മുല്ല ചൊല്ലുന്നത് എന്താണ് എന്ന് മുല്ലക്ക് തന്നെ മനസ്സിലായിരിക്കില്ല. ചൊല്ലിക്കുന്നവന്റെ സ്ഥിതിയും അത് തന്നെ. റബീഉൽ അവ്വൽ കൊണ്ടാടേണ്ടത് ഇങ്ങനെയാണോ? ഇതുകൊണ്ടാണോ നബിയോടുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത്? താങ്കൾ പേര് പറയാൻ മടിച്ച, താങ്കൾ വായിക്കാൻ പ്രയാസപ്പെട്ട പുസ്തകം ഏതാണോ അതേ പുസ്തകത്തിലാണ് പറഞ്ഞത് ഇങ്ങനെയല്ല നബിയെ പിൻപറ്റേണ്ടത്, ഇങ്ങനെയല്ല നബിയെ സ്നേഹിക്കേണ്ടത്. മുല്ല എന്തൊക്കെയോ ഒന്ന് ചൊല്ലിപ്പറഞ്ഞു പോകുന്നു, എന്ത് ചൊല്ലുന്നുവെന്ന് മുല്ലക്കറിയില്ല. ചൊല്ലിക്കുന്നവന്റെ സ്ഥിതിയും ഇത് തന്നെയാണ്. എന്നിട്ട് പറയുന്നു, നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത് നബിയുടെ ചര്യകളെയും സന്ദേശങ്ങളെയും പഠിക്കുകയും തിരുമേനിയെ പിന്തുടരുകയും ചെയ്യുന്നത് കൊണ്ടാണ്. നബിയെ പിന്തുടരുന്നത് കൊണ്ടല്ലാതെ നാം അല്ലാഹു തആലയുടെ സ്നേഹത്തിന് പാത്രവാന്മാരായി തീരുകയില്ല. അല്ലാഹു തആല പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബകും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ അതീഉ അല്ലാഹ വറസൂൽ ഫഇൻ തവല്ലൂ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ തുടങ്ങിയ ആയത്തുകളും സമാനമായ ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് നബിയെ പിൻപറ്റേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ടെഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഇസ്ലാഹി പ്രഭാഷകന്മാരുടെ പ്രസംഗഭാഗം കട്ടുമുറിക്കുന്ന മനുഷ്യന്മാര് ഈ ഒരു മാസികയിൽ പോലും കട്ടുമുറിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും അത് പറയാൻ അവസരമുണ്ടാക്കി തന്ന സുഹൃത്ത് നന്ദി രേഖപ്പെടുത്തുന്നു.